പരമേശ്വരൻ നമ്പൂതിരി ഒരു നിമിഷം നിന്നു. കണ്ണുകൾ പാതിയടച്ച് മനസ്സിൽ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ഗരുഡമന്ത്രം ചൊല്ലി. നിമിഷങ്ങൾ. തലയ്ക്ക് മുകളിൽ ചിറകടിയൊച്ച. മുന്നിലെ തടസ്സം മാറാൻ അത് ധാരാളമായിരുന്നു. മിഴി തുറന്നു നോക്കുമ്പോൾ മുന്നിൽ ശൂന്യം. നേരിയ പുഞ്ചിരിയോടെ പരമേശ്വരൻ നമ്പൂതിരി തിരിഞ്ഞു നോക്കി. ഒന്നും അറിയാത്ത ഭാവത്തിൽ വൈനിതയൻ നടന്നു തുടങ്ങിയിരിക്കുന്നു. തന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്, എന്നിട്ട് അറിയാത്ത ഭാവത്തിലൊരു പോക്കും. ഓർക്കാനായി എന്തെങ്കിലും വൈനിതയനും നൽകേണ്ടതല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് തൻ്റെ ഉപാസനാമൂർത്തികൾക്കല്ലേ? ചെറിയൊരു വിദ്യ പ്രയോഗിക്കാൻ തന്നെ പരമേശ്വരൻ നമ്പൂതിരി തീരുമാനിച്ചു. നടവരമ്പിലൂടെ തലയെടുപ്പോടെ നടക്കുന്ന വൈനിതയനെ വെറുതെ ഒന്ന് വീഴിച്ചാൽ മതി. കുളിച്ചിട്ടിറങ്ങിയ വഴിയല്ലേ, ഇല്ലത്തു ചെന്നാലുടനെ ഒന്നുകൂടി കുളിപ്പിച്ചു കളയാം. നടവരമ്പിന് ഇരുവശത്തും വെള്ളവും ചെളിയും. ഇറങ്ങിയാൽ മുട്ടുവരെ പൂണ്ടുപോകുമെന്ന് തീർച്ച. എങ്കിൽ അതുതന്നെ ആയിക്കോട്ടെ. പരമേശ്വരൻ നമ്പൂതിരി 7 ചുവട് മുന്നോട്ട് വെച്ചു. വലതുകാലിൻ്റെ പെരുവിരൽ കൊണ്ട് മണ്ണിലൊരു വര വരച്ചു. പിന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു. ചുണ്ടിൽ മന്ത്രാക്ഷരങ്ങൾ, കണ്ണുകളിൽ കുസൃതി പുഞ്ചിരി. പരമേശ്വരൻ നമ്പൂതിരി ചില്ലറക്കാരനല്ലല്ലോ എന്ന് ചിന്തിച്ചു നടക്കുകയായിരുന്നു വൈനിതയൻ തിരുമേനി. ചെറുതായൊന്ന് ഭയപ്പെടുത്തി വിട്ടേക്കാമെന്നേ കരുതിയുള്ളൂ. രണ്ടിലും ഭയങ്കരൻ വിജയിച്ചിരിക്കുന്നു. തൽക്കാലം അതു മതി. നടവരമ്പിന് ആവശ്യത്തിലേറെ വീതിയുണ്ട്. പൊടുന്നനെ വൈനിതയൻ അന്താളിച്ചുപോയി. വരമ്പ് മുറിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയെന്ന് ചിന്തിക്കാൻ ഒരുങ്ങും മുൻപേ പാദം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അക്കിടി പറ്റി. കാലിടറി വൈനിതയൻ വയലിലേക്ക് മറിഞ്ഞു വീണു. സ്ഥലജല വിഭ്രമം. ചേറിൽ ഉരുണ്ടു പിരണ്ട് തടിച്ച ശരീരം ചേറിലേക്ക് കണ്ടമാനം താഴ്ന്നു. വലിഞ്ഞുയർന്നു കരകയറാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വന്നു. എല്ലാത്തിനും കൂടി കഷ്ടിച്ച് 1 മിനിറ്റേ എടുത്തുള്ളൂ. വൈനിതയൻ്റെ ദുർമൂർത്തികളൊന്നും പിടിച്ചു കയറ്റാൻ വന്നില്ല. ആരെങ്കിലും കണ്ടോ എന്നറിയാൻ വൈനിതയൻ്റെ കണ്ണുകൾ 4 ചുറ്റും പരതി. വഴിയിൽ പരമേശ്വരൻ നമ്പൂതിരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സാരല്ല, ചേരല്ലേ, കഴുകിയാൽ പൊയ്ക്കൊള്ളും. നേരം വണ്ണം ഒന്ന് തേച്ചു കുളിക്കുക, പരമേശ്വരൻ നമ്പൂതിരി വിളിച്ചു പറഞ്ഞു. വൈനിതയന് ജാള്യം തോന്നി. കോപം തോന്നിയതേയില്ല. എതിരാളി അസാമാന്യനാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി മത്സരം വേണ്ട. മാനം കെടുന്ന മത്സരങ്ങൾ ഒഴിവാക്കുകയാണ് നന്ന്. വൈനിതയൻ തല കുനിച്ചു നടന്നുപോയി. പുഞ്ചിരി മായാത്ത മുഖവുമായി പരമേശ്വരൻ തിരുമേനി തൻ്റെ ഇല്ലത്തേക്കും. ശ്രീധരൻ നായരുടെ കൊച്ചുകുടിലിൽ വീണ്ടും ദുഃഖം ചേക്കേറി. തൻ്റെ ആശ്രയങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ശ്രീധരൻ നായർ കരഞ്ഞു കരഞ്ഞ് നാളുകൾ പോക്കി. ചന്ദ്രൻ നല്ലൊരു താങ്ങായിരുന്നു. ദേവകി അമ്മയുടെ മരണത്തോടെ വീട്ടുകാര്യങ്ങളിൽ കാര്യമായി അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നതാണ്. താൻ പണിക്ക് ഒരു ദിവസം പോയില്ലെങ്കിലും അടുപ്പിലെ തീയണയാതെ ചന്ദ്രൻ നോക്കുമായിരുന്നു. ഇനി എന്തു ചെയ്യും? അപ്പുക്കുട്ടന് 10-15 വയസ്സുണ്ടെങ്കിലും കൂലിപ്പണി ചെയ്യാനുള്ള കായബലമൊന്നും അവനില്ല. ചന്ദ്രൻ ചേട്ടൻ്റെ മരണത്തിൽ ഏറെ ദുഃഖിച്ചത് അപ്പുക്കുട്ടനായിരുന്നു. അവൻ്റെ കൗമാര ഹൃദയം വേദന തിങ്ങി വിങ്ങി വിതുമ്പി. കണ്ണിൽ നിന്നൊരു തുള്ളി ജലം പുറത്തേക്കണഞ്ഞില്ല. എല്ലാ ദുഃഖവും പുകയുന്ന അഗ്നിപർവ്വതം പോലെ അവൻ ഉള്ളിലൊതുക്കി. വൈനിതയൻ തിരുമേനി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നടക്കുകയാണെങ്കിൽ ചേച്ചിമാരും താനുമായിരിക്കും ഇനി മരണത്തെ പുൽക്കുക. മരിക്കാൻ ഭയമില്ല. പക്ഷേ ഒരു ദുർമാന്ത്രികൻ്റെ ഭീഷണിയെ ചെറുവിരൽ ഉയർത്തിപ്പോലും ഒന്ന് തടയാൻ കഴിയില്ലെന്ന് വരുന്നത് എന്തൊരു കുറച്ചിലാണ്. ഒളിച്ചിരുന്ന് വൈനിതയനെ വകവരുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പുക്കുട്ടൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചുപോയി. അപ്പുവേട്ടാ, ശ്രീധരേട്ടനോട് ആ തിരുമേനിയുടെ കാലു പിടിക്കാൻ പറ. നമുക്കതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. ആരും അറിയാനും പോണില്ല. അല്ലെങ്കിൽ അയാൾ ഇനിയും ഓരോരുത്തരെയായി. അമ്മുവിന്
വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ നീണ്ടിടംപെട്ട മിഴികൾ കാണേ കാണേ നിറഞ്ഞു വന്നു. അച്ഛൻ പോവില്ല അമ്മു, അപ്പുക്കുട്ടൻ പറഞ്ഞു. എന്നു പറഞ്ഞ മതിയോ? നിസാര കാര്യത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്താന്ന് ആലോചിക്കാൻ പറയായിരുന്നില്ലേ? ജീവനും കൊണ്ടാ വാശി തീർക്കുക? പോകാനുള്ളത് നിങ്ങൾക്ക് തന്നെയല്ലേ? അമ്മു പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് അവനറിയാം. പക്ഷേ അച്ഛൻ അനുസരിക്കേണ്ടേ? ശ്രീധരേട്ടൻ പോവില്ലാച്ചാ വേണ്ട. ഇനി വീട്ടിലെ ആണൊരുത്തൻ അപ്പോട്ടനല്ലേ? അപ്പോട്ടൻ എന്താ ഒന്ന് പോയാൽ? സ്വന്തം ജീവന്റെ കാര്യല്ലേ? അയാളെ കണ്ടുവെന്ന് കരുതി തലയെടുത്ത് കളയത്തില്ലല്ലോ. അമ്മു പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി. അച്ഛൻ വൈനതേയനോട് അപേക്ഷിക്കാൻ പോവില്ല. എങ്കിൽ തനിക്കൊന്നു പോയി നോക്കിക്കൂടെ? അയാൾ എന്താണ് മറുപടി പറയുന്നതെന്നെങ്കിലും അറിയാമല്ലോ. അപ്പുക്കുട്ടൻ അതുതന്നെ ആലോചിച്ചു. ശരിയാണ്, തിരുമേനിയൊന്ന് കണ്ടു നോക്കാം. ആരും അറിയാൻ പോണില്ല. അച്ഛനോടും തൽക്കാലം പറയണ്ട. അപ്പുക്കുട്ടൻ അങ്ങനെ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ നേരം. ശ്രീധരൻ നായർ ദിവസങ്ങൾ കൂടി പണിക്ക് പോയ ദിവസമായിരുന്നു. അപ്പുക്കുട്ടൻ പാഴൂർ ഇല്ലത്തേക്ക് നടന്നു. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചേച്ചിമാരോടാരോടും പറഞ്ഞില്ല. അപ്പുക്കുട്ടൻ ഇല്ലത്തെത്തുമ്പോൾ ദേവമ്മ പൂമുഖത്തുണ്ടായിരുന്നു. മുറ്റത്തെ മണലിൽ താത്രിക്കുട്ടി കളിവീടുണ്ടാക്കി കളിക്കുന്നു. അപ്പുക്കുട്ടൻ നേരെ മുറ്റത്തേക്ക് നടന്നു ചെന്നു. അവനെ കണ്ടപ്പോൾ ദേവമ്മയുടെ മുഖം വാടി. താത്രിക്കുട്ടിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അപ്പു കളിക്കാൻ വന്നതാണോ? എത്ര നാളായടോ തന്നെ കണ്ടിട്ട്? ഇല്ലത്തെ കൊച്ചാത്തേരമ്മയുടെ ഗമയോടെയാണ് താത്രിക്കുട്ടിയുടെ ചോദ്യം. അപ്പുക്കുട്ടൻ പരുങ്ങി, പിന്നെ വെറുതെ ചിരിച്ചു. താത്രിക്കുട്ടിയുടെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. ഒടുവിൽ അവൻ അത്രമാത്രം പറഞ്ഞു. ദേവമ്മ മുറ്റത്തേക്കിറങ്ങി വന്നു. എന്താ കുഞ്ഞെ വിശേഷം? വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയുന്നില്ലേ? എൻ്റെ അമ്മ മരിച്ചു, ചന്ദ്രേട്ടനും മരിച്ചു. ഇനി ഞങ്ങൾ 4 പേരുടെയുണ്ട്. ഞങ്ങളെ ജീവൻ തരുവോന്ന് തിരുമേനിയോട് ചോദിക്കാൻ വന്നതാ. ദേവമ്മയുടെ മുഖം കുനിഞ്ഞുപോയി. ദേവകിയമ്മയും കുട്ടികളും ഇല്ലത്തെ അംഗങ്ങളെപ്പോലെ കഴിഞ്ഞവരാണ്. എന്നിട്ടിപ്പോൾ എല്ലാം ആരുടെ കുറ്റം കൊണ്ടാണെന്നും വ്യക്തമാണ്. തനിക്കൊരു മറുപടി പറയാനില്ലല്ലോ എന്നവർ വിഷാദിച്ചു. തിരുമേനി ഇല്ലേ എവിടെ? അപ്പുക്കുട്ടൻ തിരക്കി. ഉണ്ട്, ഉറങ്ങുവാണ്. ഞാൻ തിരുമേനിയെ കാണാൻ വന്നതാ. സാരല്ല, ഉണരും വരെ നിൽക്കാം. വേണ്ട വേണ്ട, അങ്ങനെ കാത്തു നിൽക്കൊന്നും വേണ്ട. വന്ന വഴി ഏതാന്ന് നിശ്ചയമുണ്ടെങ്കിൽ വേഗം തിരിച്ചു പോകാം. ശ്രീധരൻ്റെ വീട്ടിലെ ഒരു ഈച്ചയെ പോലും ഞാൻ എൻ്റെ പടിക്കകത്ത് കടത്തില്ല. അപ്പുക്കുട്ടൻ നടുങ്ങി. വൈനതേയൻ തിരുമേനി കോട്ടുവായിട്ടുകൊണ്ട് ഇറങ്ങി വരുന്നു. താൻ പറഞ്ഞതെല്ലാം തിരുമേനി കേട്ടിരിക്കുന്നു. ഒരു കടുകുമണി പോലെ താൻ ചെറുതാകുന്നതായി അപ്പുക്കുട്ടന് തോന്നി. തിരുമേനി, അത്രമാത്രം വെറുക്കാൻ ഞങ്ങൾ എന്താ ചെയ്തേ? ചെയ്തത് തിരുമേനി തന്നെയല്ലേ? എന്നിട്ടും ശിക്ഷ ഞങ്ങൾക്കു തന്നെയോ? എടാ നരുന്തേ, നീ എന്നോട് നേരെ നിന്ന് സംസാരിക്കാൻ വളർന്നത് എന്നാടാ? നമ്പൂതിരി തൊട്ടാൽ അശുദ്ധമാകുന്ന നായന്മാര് എന്നാടാ ഉണ്ടായേ? നിനക്കറിയാവോ? ഈ അറവാതുക്കലിട്ട് നിന്റെ തന്തക്കഴുവേറി എന്നെ ചവിട്ടി മെതിച്ചു. ഞാൻ അന്ന് തീരുമാനിച്ചതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, വരുത്തുകയുമില്ല. നീ പേടിക്കണ്ട, നിന്നെ ഒടുവിലേയുള്ളൂ. ശ്രീധരന് മുൻപ്. ചേച്ചിമാർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരോടൊറ്റയ്ക്ക് ഇങ്ങോട്ട് വന്ന് പറയാൻ പറ. വൈനതേയൻ വിടച്ചിരി ചിരിച്ചു. ദേവമ്മ താത്രിക്കുട്ടിയെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. തൻ്റെ തൊലി ഉരിഞ്ഞു പോകും പോലെ തോന്നി അപ്പുക്കുട്ടന്. അവൻ എന്തോ പറയാൻ നാവെടുത്തതാണ്. പെട്ടെന്നായിരുന്നു. പടിപ്പുരയിൽ ആരുടൊക്കെയോ സംസാരം. സുന്ദരിയായ ഒരു യുവതിയെയും പിടിച്ചുകൊണ്ട് 4-5 പേർ പടി കയറി വരുന്നു.
പിടിച്ചവരിൽ നിന്ന് ഊർന്നു ചാടാൻ വെമ്പൽ കൊള്ളുകയാണവൾ. ആ സുന്ദരിയുടെ മേലാസകലം ഒരു ഞൊടിനേരം കൊണ്ട് വനിതയുടെ കണ്ണുകൾ ചലിച്ചു. തൃപ്തിയായാൽ എന്നോണം ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. എന്താ, എന്തു പറ്റി? വനിതയുടെ ശബ്ദത്തിന് പരമകാരുണികന്റെ വശ്യത. അടിയങ്ങൾക്കറിയില്ല തിരുമനസ്സേ. നേരം വെളുത്തപ്പോൾ തുടങ്ങി ഇവൾ ഗോഷ്ഠികൾ കാട്ടുന്നു. രാമൻ കണിയാരുടെ കഷായവും ഗുളികയും കൊടുത്തു. രക്ഷയില്ല. ഒന്നിനൊന്ന് രോഗം മൂർച്ഛിക്കുകയാണ്. ഇനി അവിടുന്ന് തന്നെ അടിയങ്ങൾക്ക് തുണ. എങ്ങനെയെങ്കിലും അടിയങ്ങളെ രക്ഷിക്കണം. കൂടെ വന്നവരിൽ ഒരാൾ തിരുമേനിയെ കുമ്പിട്ട് തൊഴുതു നിന്നു. വിഷജ്വരം. വനിതയൻ ഉള്ളിൽ മന്ത്രിച്ചു. പുറത്ത് മറ്റൊന്ന് പറയുകയും ചെയ്തു. ഗന്ധർവാവേശാണ്, സാരല്ല, മാറ്റാം. കുട്ടിയെ തെക്കിനിയിലാക്കിയേക്കൂ. നിങ്ങൾ ചെന്ന് പടിപ്പുരയിലിരിക്കെ. വനിതയൻ തിടുക്കത്തിൽ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പുക്കുട്ടൻ നിന്നത് അയാൾ മറന്നുപോയിരുന്നു. മഴവിൽ ഉദിച്ചു നിൽക്കുമ്പോൾ ആരെങ്കിലും മഴക്കാർ ശ്രദ്ധിക്കുമോ? തിരുമേനി ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് യുവതിയെ അവർ വലിച്ചിഴയ്ക്കുമ്പോൾ മറുവശത്തു കൂടി അപ്പുക്കുട്ടൻ ആ മുറിയുടെ പിൻപുറത്തു ചെന്നു. ഇല്ലത്തിൻ്റെ ഓരോ മുക്കും മൂലയും അവന് നല്ല നിശ്ചയമായിരുന്നുവല്ലോ. ജ്വരക്കാരിയുടെ ബഹളത്തിനിടയ്ക്ക് അപ്പുക്കുട്ടനെ ആരും ശ്രദ്ധിച്ചതുമില്ല. തിരുമേനിയുടെ ചികിത്സ ഒന്ന് കാണണമെന്നൊരു മോഹം. ഇതുപോലെ അതിനു പറ്റിയ ഒരു അവസരം ഇനി ഒരിക്കലും ഉണ്ടായെന്ന് വരില്ല. മുറിക്കു മുകളിലെ വെന്റിലേഷനിലൂടെ നോക്കിയാൽ മുറി മുഴുവൻ വ്യക്തമായി കാണാം. അവിടം വരെ എത്താനും അപ്പുക്കുട്ടന് പ്രയാസമുണ്ടായില്ല. മുറിയോട് ചേർത്ത് അടുക്കി വെച്ചിരിക്കുന്ന വിറകിൻ കൂമ്പാരത്തിന് മുകളിൽ കയറി നിന്നാൽ അതു ഭദ്രം. അപ്പുക്കുട്ടൻ വളരെ ശ്രദ്ധിച്ച് വിറകിന് മുകളിലേക്ക് കയറി നിന്നു. മുറിക്കുള്ളിൽ ആ യുവതി വിഹ്വലതയോടെ തുള്ളി വിറച്ചു നിൽക്കുന്നു. അടയ്ക്കപ്പെട്ട മുറിയുടെ വാതിൽ ഇരു കൈകൊണ്ടും ശക്തിയായി അവൾ ആഞ്ഞടിക്കുന്നു. പെട്ടെന്ന് ആ വാതിൽ തുറക്കപ്പെട്ടു. വനിതയൻ തിരുമേനി മുറിയിലേക്ക് കടന്നു വന്നു. അകത്തുനിന്ന് അയാൾ വാതിലടച്ച് സാക്ഷിയിട്ടു. വനിതയൻ തിരുമനസിന്റെ ചെയ്തികൾ നടുക്കത്തോടെയാണ് അപ്പുക്കുട്ടൻ നോക്കി നിന്നത്. കർമ്മങ്ങളുടെ ഒടുക്കം കാണാൻ നിൽക്കാതെ വിറകൻ പുറത്തു നിന്നവൻ ചാടിയിറങ്ങി. ഛേ, വേണ്ടായിരുന്നു. ഒരിക്കലും കാണരുതാത്തതാണ് കണ്ടത്. വനിതയോടുള്ള അവജ്ഞയ്ക്ക് ഒരു ഉദാഹരണം കൂടിയായി. നീചൻ, നികൃഷ്ടൻ, പാഴൂർ ഇല്ലത്തിലെ മഹാമാന്ത്രികനാണ് പോലും. അപ്പുക്കുട്ടൻ അതിവേഗം പടിപ്പുരയിറങ്ങി. എന്തായി, ചികിത്സ തുടങ്ങിയോ അദ്ദേഹം? പടിക്കൽ കാവലിരുന്നവരിൽ ഒരാൾ ഉത്കണ്ഠയോടെ അവനോട് ചോദിച്ചു. ഇല്ലത്തെ ഏതെങ്കിലും ജോലിക്കാരനായിരിക്കുമെന്നേ അപ്പുക്കുട്ടനെ കുറിച്ചവർ കരുതിയുള്ളൂ. ഇതാ ഇപ്പോൾ കഴിഞ്ഞു കാണും. തിരുമേനിക്ക് ഇത്തരം ചികിത്സയ്ക്ക് സമയം കുറച്ചു മതി. വെറുപ്പോടെ പറഞ്ഞിട്ടവൻ നടന്നു. വാതിൽക്കൽ കാത്തുനിന്നവർ ഈശ്വരന് സ്തുതി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും വനിതയും തിരുമനസിനെ കഴിഞ്ഞ് മാന്ത്രികരുള്ളൂ, ചികിത്സകനും. അവർ തല കുലുക്കി സമ്മതിച്ചു. അപ്പുക്കുട്ടന് കാർക്കിച്ചു തുപ്പാനാണ് തോന്നിയത്. ഇങ്ങോട്ട് വന്നതിൻ്റെ ഇരട്ടി വൈരാഗ്യവുമായിട്ടാണവൻ തിരിച്ചു പോകുന്നത്. അയാളോട് എന്തുതന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. പറയാൻ പോകുന്നവർ നാണം കെടുമെന്നല്ലാതെ മറ്റു യാതൊരു വിശേഷവുമില്ല. ആകെ ഉണ്ടായിരുന്നൊരു സംശയം കൂടി തീർന്നിരിക്കുന്നു. തങ്ങളോടുള്ള വനിതയുടെ വൈരാഗ്യം തങ്ങൾ കാലുപിടിച്ചാൽ തീരുന്നതല്ല. അതിനാരും പോവുകയും വേണ്ട. ഛേ, പോരേണ്ടിയിരുന്നില്ല. ഇതുപോലെയായിരിക്കില്ലേ തൻ്റെ ജാനകി ചേച്ചി അയാൾ? അപ്പുക്കുട്ടൻ്റെ മുഷ്ടി ഞെരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തിരുമേനിയോടുള്ള മഹാവിശ്വാസം കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ആ പെണ്ണിനെ അവർ ഇല്ലത്തേക്ക് കൊണ്ടുവന്നത്. തിരുമേനിയുടെ ചികിത്സ എന്തായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. അറിഞ്ഞാലും ഒന്നുമില്ല. തിരുമേനിയോട് ചോദിക്കാൻ ഏതു പെണ്ണിൻ്റെ തന്തയ്ക്കാണ് ധൈര്യമുണ്ടാകുക? അവൾ പറഞ്ഞാലും അതവർ ചെവികൊള്ളില്ല. വനിതയൻ മുറിക്കുള്ളിലേക്ക് കടന്നയുടനെ അവൾ ഭയന്ന് പിന്മാറുകയാണ് ചെയ്തത്.
ചുണ്ടത്ത് വല്ലാത്ത തരത്തിലൊരു ചിരിയുമായി വൈനിതയൻ മടിയിൽ നിന്നൊരു ചെറിയ ഓലപ്പൊതിയെടുത്ത് തുറന്നു. അയാളുടെ കണ്ണുകൾ അവളെ അടിമുടി തഴുകുകയായിരുന്നു. വല്ലാത്ത തൃപ്തി തോന്നിയ ഭാവം. അവളുടെ ഇറുകിയ വസ്ത്രങ്ങൾക്കുള്ളിലെ ത്രസിപ്പിക്കുന്ന യൗവനം വൈനിതയനെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു. കുട്ടി എന്തിനാ ഭയക്കണേ? കുട്ടിയുടെ എല്ലാ രോഗവും മാറും. മാറ്റിയിട്ടേ മുറിയിൽ നിന്ന് പറഞ്ഞേക്കൂ. എളുപ്പം മാറാനുള്ള രോഗമേ കുട്ടിക്കുള്ളൂ. വൈനിതയൻ വിടച്ചിരി ചിരിച്ചു. അവൾ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. തിരുമേനിയെ കണ്ട നിമിഷം തന്നെ പെണ്ണിന്റെ പകുതി രോഗം പമ്പ കടന്നിരിക്കുന്നു. ഇതാ കുട്ടി, ഈ ചൂർണം നസ്യം ചെയ്തോളൂ. ഏത് രോഗവും പെട്ടെന്ന് ശമിക്കാനുള്ള ഒറ്റമൂലിയാണിത്. ഒരു നുള്ളു പൊടിയെടുത്തുകൊണ്ടയാൾ അവളുടെ സമീപത്തേക്കെടുത്തു. വേണ്ട, വേണ്ട. അവൾ മൂലയിലേക്ക് കൂടുതൽ കൂടുതൽ ഒതുങ്ങുകയാണ്. വേണ്ടെന്നു പറഞ്ഞാൽ പറ്റുമോ? കുട്ടിയുടെ കൂടെ വന്നവർ പടിപ്പുരയിൽ കാത്തിരിക്കുന്നു. അയാളുടെ സാന്ത്വനം പോലെയുള്ള ആ വാക്കുകൾ പോലും അവൾക്ക് ഭയ കാരണമായി. ഒറ്റമുണ്ട് മാത്രമെടുത്ത തിരുമേനിയുടെ രൂപം തന്നെ ഭയാനകമായിരുന്നു. 6 അടിയോളം ഉയരം, വിരിഞ്ഞ മാറൽ, തൊട്ടവാടി കാടുപോലെ കറുകറുത്ത രോമങ്ങൾ, കുറുകി ചെറുതായ കണ്ണുകൾക്ക് മുകളിൽ കൂട്ടുപുരികം. ആദ്യം കാണുന്നവർ ഭയചകിതരാകും, തീർച്ച. ഒരു തിരുമേനിക്ക് ചേരാത്ത മേനിയാണ് വൈനിതയന്റെ ആദ്യത്തെ പ്രത്യേകത. വൈനിതയൻ യുവതിയുടെ തൊട്ടടുത്തെത്തി. അവളുടെ മുന്നിൽ നിന്ന് ഒരു നിമിഷം കണ്ണുകളടച്ച് എന്തൊക്കെയോ മന്ത്രിച്ചു. പിന്നെ ഇടതു കൈകൊണ്ട് അവളുടെ ശിരസിൽ തൊട്ടു. വലതു കൈയിലെ പൊടി അവളുടെ മൂക്കത്ത് തൊടുവിച്ചു. ഒറ്റ വലിക്കങ്ങ് വലിക്കു കുട്ടി, ഇത് മരുന്നാണ്. വൈനിതയൻ പ്രോത്സാഹിപ്പിച്ചു. അവൾ അറിയാതെ മുകളിലേക്ക് ശ്വാസം വലിച്ചുപോയി. പെട്ടെന്ന് വൈനിതയൻ അവളുടെ മുന്നിൽ നിന്ന് മാറി. മൂലയ്ക്ക് ചുരുട്ടി വെച്ചിരുന്ന തഴപ്പായ തറയിൽ നിവർത്തിയിട്ടു. തലകറക്കം തോന്നും. കുട്ടി, ഇവിടെ വന്നിരുന്നോളൂ. വൈനിതയന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്നാലെന്നോണം അവൾ അതനുസരിച്ചു. ഉറയ്ക്കാത്ത പാദങ്ങൾ വെച്ച് അവൾ പായയിൽ വന്നിരുന്നു. അവളുടെ ചേഷ്ടകൾ നോക്കി നിൽക്കെ വൈനിതയന്റെ ചുണ്ടിലെ ചിരിക്ക് അപ്പുക്കുട്ടൻ അറിയാത്ത ഏതോ ഭാവമുണ്ടാകുന്നു. അയാൾ അവളുടെ സമീപം ചെന്നിരുന്നു. അവളെ പായയിലേക്ക് മെല്ലെ പിടിച്ചു കിടത്തി. യുവതിയുടെ ബോധം നശിച്ചു കഴിഞ്ഞതായി അപ്പുക്കുട്ടന് തോന്നി. വൈനിതയന്റെ കൈകൾ ഒരു തേരട്ടയെപ്പോലെ അവളുടെ മേനിയിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അപ്പുക്കുട്ടൻ നടുങ്ങി. ഇത് ചികിത്സയല്ല. പിന്നീട് അവിടെ കണ്ടതൊന്നും അവൻ ആലോചിക്കാനേ കഴിയുന്നതായിരുന്നില്ല. നീചൻ. ആ പെണ്ണ് ഒന്നും അറിഞ്ഞു കാണില്ല. അവൾക്ക് ബോധം വീണ്ടു കിട്ടുമ്പോഴേക്കും മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞിരിക്കും. പോയതിനേക്കാൾ 10 മടങ്ങ് നിരാശയോടെ തിരിച്ചു വന്ന അപ്പുക്കുട്ടൻ അമ്മുവിൻ്റെ മുന്നിലാണ് ചെന്നുപെട്ടത്. അവളവനെ കാത്തു നിൽക്കുക തന്നെയായിരുന്നു. എന്തായി അപ്പുവേട്ടാ, തിരുമേനിയെ കണ്ടുവോ? അവൾ ഉത്കണ്ഠയോടെ ചോദിക്കുന്നു. കണ്ടു, പക്ഷെ പോകേണ്ടിയിരുന്നില്ല. അയാളൊരു പട്ടിയെപ്പോലെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അപ്പുക്കുട്ടൻ്റെ സ്വരത്തിലെ നിരാശ അവൾക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ അമ്മു വിതുമ്പിപ്പോയി. ഇനിയെല്ലാം വരും പോലെ. അയാളൊരു ക്രൂരനാണ്, 100% ദുഷ്ടൻ. അപ്പുക്കുട്ടൻ നടന്നകലുന്നത് നോക്കി നിൽക്കെ അവളുടെ മിഴികളിൽ നിന്ന് 2 നീർമുത്തുകൾ നിലത്തു വീണു ചിതറി. തൻ്റെ അപ്പുവേട്ടൻ തനിക്ക് നഷ്ടമാകുമോ? എൻ്റെ ഈശ്വര. ദിവസങ്ങളുടെ ദ്രുതഗമനം. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് കടന്നുപോകുന്നത്. ലോകമാകെ നിലാവിൻ്റെ പ്രളയം വിതച്ചുകൊണ്ട് കുംഭമാസമെത്തി. കുന്നിൻ മുകളിലെ ദുർഗാക്ഷേത്രം ഉത്സവത്തിനൊരുങ്ങുകയായി. 7 ദിവസത്തെ ഉത്സവമുണ്ട് ദുർഗാക്ഷേത്രത്തിൽ. രാപ്പകൽ വ്യത്യാസമില്ലാതെ കലാപരിപാടികളോടെ 7 നാളുകൾ. ഇലമംഗലം ഗ്രാമത്തിൻ്റെ ഹൃദയം കുളിർക്കുന്ന നാളുകളാണവ. ഗ്രാമം മുഴുവൻ ഉത്സവപ്പറമ്പിൽ ചേക്കേറുന്ന നാളുകൾ. ശ്രീധരൻ നായരുടെ വീടൊഴികെ മറ്റെല്ലാ വീടുകളും ഉത്സവത്തിൻ്റെ ഉത്സാഹം നുണയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 2 ദുർമരണങ്ങൾ നടന്ന ആ വീട്ടിൽ ഇത്തവണ ഉത്സവമില്ല. എങ്കിലും ഉത്സവത്തിന് കൊടികയറിയ ദിവസം
ജാനകിക്കുട്ടി ദേവിയെ തൊഴാൻ ആഗ്രഹിച്ചു. ശ്രീധരൻ നായർ എതിർത്തില്ല. സൂക്ഷിച്ചോളണം മോളെ, ഒറ്റയ്ക്ക് പോകരുത്, രാത്രിയിൽ കൂട്ടുണ്ടെങ്കിലും നടക്കരുത്. ശരി അച്ഛാ. അവൾ സമ്മതിച്ചു. വീടിനുള്ളിൽ തന്നെ എത്രയോ കാലമായി അടച്ചുപൂട്ടിയിരിക്കുന്നു. പുറത്തേക്കൊന്നിറങ്ങാൻ വല്ലാത്ത കൊതി. പ്രഭാകര പണിക്കരും കുടുംബവും ക്ഷേത്രത്തിലേക്കുണ്ടായിരുന്നു. ജാനകിക്കുട്ടി അമ്മുവിനോടൊപ്പം കൂടി. അപ്പുക്കുട്ടൻ വീട്ടിൽ തന്നെ ഇരുന്നതേയുള്ളൂ. സീതയും. അവൻ ഈയിടെ പുറത്തേക്ക് തന്നെ ഇറങ്ങാറില്ല. സദാസമയവും എന്തൊക്കെയോ ആലോചനകളുമായി ഒറ്റയ്ക്കിരിപ്പാണ്. അമ്മു വന്നാൽ മാത്രം വല്ലതും കുറേ സംസാരിക്കും, അത്ര തന്നെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പെട്ടെന്നാണവൻ്റെ മനസ്സിൽ ആ ചിന്ത ഉദിച്ചത്. അമ്മ മരിച്ചത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ചന്ദ്രേട്ടൻ്റെ ദുർമരണവും ഒരു വെള്ളിയാഴ്ച. ജാനകി ചേച്ചിയെ തിരിച്ചു വിളിച്ചാലോ എന്നവൻ ആലോചിച്ചു. മുറ്റം വരെ ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു. അവർ അകലെയായിരിക്കുന്നു. ഒപ്പം അമ്മവും മറ്റുമുണ്ടല്ലോ എന്നോർത്തപ്പോൾ സമാധാനിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ്റെ മനസ്സിലിരുന്നാരോ അപകടം, അപകടം എന്ന് വിളിച്ചു പറയുന്നത് പോലെ, ആവർത്തിച്ചാരോ ഓർമ്മപ്പെടുത്തും പോലെ. ആ, ദീപാരാധനയാകട്ടെ, അങ്ങോട്ട് ചെല്ലാം. ചേച്ചി ഏതായാലും തനിയെ തിരിച്ചു പോരില്ലെന്നുറപ്പാണ്. പക്ഷേ അപ്പുക്കുട്ടൻ്റെ കണക്കുകൂട്ടലുകളാകെ തെറ്റി. ഉത്സവകാലത്ത് ദീപാരാധന സമയം വൈകും. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാണ് അമ്മുവും മറ്റും കുറച്ചുകൂടി വൈകിയേ പോരുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത്. അവളെ അറിയാവുന്നവർ തമ്മിൽ തമ്മിൽ കുശുകുശുക്കുന്നതും അവളെ ചൂണ്ടി മൂക്കത്ത് വിരൽ വയ്ക്കുന്നതും ജാനകിക്കുട്ടി ശ്രദ്ധിച്ചു. പോരേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക്. ക്ഷേത്രത്തിലെ ഉത്സവത്തേക്കാൾ തന്നെ കാണുന്നതാണ് അവർക്കൊക്കെ ഉത്സാഹമെന്ന് തോന്നുന്നു. വെയിൽ മാഞ്ഞു കഴിഞ്ഞിരുന്നു. പടിഞ്ഞാറൻ മാനത്തുനിന്ന് സന്ധ്യയുടെ അവസാനത്തെ തുടിപ്പുകളും അപ്രത്യക്ഷമായി. ഇരുട്ടിൻ്റെ തേരുമുരുട്ടി രാത്രി കുന്നിൻ മുകളിലെത്തി കിതച്ചു നിന്നു. ദീപാരാധനയ്ക്ക് ഇനിയുമുണ്ട് സമയം. നിന്നാൽ രാത്രി വളരും. ജാനകിക്കുട്ടി തിരിച്ചു പോരാൻ കൊതിച്ചു. ഞാൻ നിൽക്കണില്ല അമ്മൂടമ്മേ, ഇപ്പോഴാണെങ്കിൽ ഒറ്റയ്ക്കങ്ങ് പോകാം. പെട്ടെന്ന് ചെല്ലണമെന്നച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ധൃതിയായെങ്കിൽ മോള് പോയിക്കോ. അവർ സമ്മതിച്ചു. നടക്കു നേരെ നിന്ന് തിടുക്കത്തിൽ തൊഴുത് ജാനകിക്കുട്ടി വീട്ടിലേക്ക് വേഗം നടന്നു. ക്ഷേത്രത്തിലേക്ക് വരുന്നവരിൽ മിക്കവരും അവളെ അറിയുന്നവരായിരുന്നു. അവർ ഏതോ കൗതുക വസ്തുവിനെ കാണും പോലെ തുറിച്ചു നോക്കി. തലയും കുനിച്ച് ആരെയും ശ്രദ്ധിക്കാതെ നടന്നുപോയ അവളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. നിലാവ് ഉദിച്ചു പൊങ്ങി. പ്രപഞ്ചമാകെ പ്രകാശപ്രളയം. പഞ്ചായത്ത് റോഡ് തീരാൻ തുടങ്ങുന്നതിനു മുൻപ് ജാനകിക്കുട്ടി നടുക്കത്തോടെ ആ കാഴ്ച കണ്ടു. വൈനിതയും തിരുമേനി. അയാൾ ആരെയോ കാത്തു നിൽക്കുകയാണ്. തന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ജാനകിക്കുട്ടി പൊടുന്നനെ പിന്നോട്ട് നടന്നു. അവളുടെ ഹൃദയം പെരുമ്പറയടിക്കാൻ തുടങ്ങി. അയാൾ തന്നെ കാണാതിരുന്നത് മഹാഭാഗ്യം. കണ്ടിരുന്നുവെങ്കിൽ ഇന്നു തൻ്റെ അന്ത്യമായേനെ. അവൾ പിന്നിലേക്ക് ഓടി. വൈനതയൻ തിരുമേനിയെ കാണാനാവാത്തിടത്തോളം അകലത്തിലായപ്പോൾ പെട്ടെന്നവൾ പാടത്തേക്ക് ചാടിയിറങ്ങി. കൈവരമ്പുകളിലൂടെ കുറെ നടന്നാൽ അയാളുടെ നോട്ടമെത്താത്ത ഭാഗത്തു ചെന്ന് നടവരമ്പിൽ കയറാം. ഒളിച്ചും പതുങ്ങിയും അതിവേഗം ഓടാൻ തുടങ്ങി. നിലാവ് മങ്ങിയത് പെട്ടെന്നായിരുന്നു. പലതവണ ജാനകിക്കുട്ടി കണ്ടത്തിലേക്ക് മറിഞ്ഞു വീണു. ചേച്ചിയെ അന്വേഷിച്ച് അപ്പുക്കുട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഈ നേരത്തായിരുന്നു. ജാനകിക്കുട്ടി ഓടിത്തളർന്ന് നടവരമ്പിലെത്തി. ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം ഉതിർത്ത് മുന്നോട്ട് നടക്കാനൊരുങ്ങിയ അവൾ സ്തബ്ധയായി, നിശ്ചലയായി, നിരാശ്രയയായി നിന്നുപോയി. തൊട്ടുമുന്നിൽ വനിതയും തിരുമേനി.